ഫ്രണ്ട്സ്, ഞാനിന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആൽക്കൈൽ അമീൻ സ്റ്റോക്ക് ഹ്യൂജായിട്ട് ഡൗൺഫോൾ ചെയ്തത്. ഇന്ത്യൻ കെമിക്കൽ ഇൻഡസ്ട്രിയിലെ വലിയൊരു കിങ്ങാണ് ആൽക്കൈൽ അമീൻ. ഇറ്റ്സ് എ ഗ്ലോബൽ പ്ലെയർ. മെയിനായിട്ട് അമീൻസിൻ്റെ സപ്ലൈ ആണ് അവർ ചെയ്യുന്നത്. അവർക്ക് വേറെ പ്രൊഡക്ട്സും ഉണ്ട്. ശരിക്കും അവർ പല ഇൻഡസ്ട്രിയിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഫാമയിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. ക്രോപ്പ് പ്രൊട്ടക്ഷനിൽ അവരുടെ പ്രൊഡക്റ്റ് വേണം, അഗ്രികൾച്ചറിൽ അവരുടെ പ്രൊഡക്റ്റ് വേണം. സോ ദേ ആർ കാറ്ററിംഗ് ടു വേരിയസ് ഇൻഡസ്ട്രീസ് ബേസിക്കലി. പക്ഷേ കഴിഞ്ഞ 2021 ജൂലൈക്ക് ശേഷം, ജൂലൈയിലാണ് അവർ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തത്. 4700+ ഹിറ്റ് ചെയ്തിട്ട് സ്റ്റോക്ക് കണ്ടിന്യൂസ് ആയിട്ട് താഴെ പോയത്. ക്ലോസ് ടു 50% കറക്ഷനിലേക്ക് പോയി. എന്തുകൊണ്ടാണ് കറക്ഷനിൽ പോകാനുള്ള കാരണം? നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആൽക്കൈൽ അമീൻ എന്ന് പറയുന്നത് മോസ്റ്റ് ഡോമിനൻറ്റ് സപ്ലയറാണ് ഫാമ ഇൻഡസ്ട്രിയിൽ. ഫാമ ഇൻഡസ്ട്രി കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് താഴെയാണ്. ഫാമ ഇൻഡസ്ട്രി 2 പ്രഷറുണ്ട്. ഫാമ ഇൻഡസ്ട്രിക്ക് ഫസ്റ്റ് പ്രഷർ എന്താണെന്ന് വെച്ചാൽ സെയിൽസ് പ്രഷറാണ്. സെയിൽസ് താഴെ പോകുന്നു, ടോപ്പ് ലൈൻ. അതുപോലെ തന്നെ ബോട്ടം ലൈൻ എക്സ്പെൻസ് പാർട്ട് ഭയങ്കരമായിട്ട് എസ്കലേറ്റ് ചെയ്യുന്നു. നാച്ചുറലി ഇത് അവരുടെ സപ്ലൈസിലും എസ്കലേറ്റ് ചെയ്യും. രണ്ടാമത് പാർട്ട്, ആൽക്കൈൽ അമീൻ എന്ന് പറയുന്ന ഗ്ലോബൽ പ്ലെയർ ആയതുകൊണ്ട് തന്നെ എല്ലാ കമ്പനിയും എല്ലാ ഗ്ലോബൽ പ്ലേയേഴ്സും ഫേസ് ചെയ്ത ബിഗസ്റ്റ് ഇഷ്യൂ കഴിഞ്ഞ 1.5 കൊല്ലമായിട്ടുള്ള ബിഗസ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസസ് ആണ്. അക്രോസ് വേൾഡ് ഭയങ്കരമായിട്ട് കോസ്റ്റ് ഓഫ് ലിവിങ് കൂടിയോടുകൂടി എല്ലാ പ്രൊഡക്ട്സിൻ്റെയും കോസ്റ്റ് ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്തു. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന സംഗതി പിടിച്ചിരിക്കാൻ പറ്റാത്ത രീതിയിലേക്കാണ് എസ്കലേറ്റ് ചെയ്തത്. എസ്പെഷ്യലി Q3, Q4, ഈ കഴിഞ്ഞ Q1, Q2, ഈ ക്ലോസ് ടു 1 ഇയർ ശരിക്കും റഷ്യ യുക്രൈൻ വാർ അതിനെ സപ്പോർട്ട് ചെയ്തൊരു ഘടകമാണ്. ശരി, ഗ്ലോബൽ പ്രൈസിന് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട് അവർക്ക്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എത്ര വന്നാലും അവർക്ക് ഗ്ലോബൽ കമ്മിറ്റ്മെൻറ്റ്സ് അവർ മീറ്റ് ചെയ്തേ മതിയാകും. അതുകൊണ്ട് തന്നെ ഒരുമാതിരിപ്പെട്ട മിക്ക കമ്പനികളും നെറ്റ് പ്രോഫിറ്റ് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് തന്നെ അവർ ഹൈ ട്രാൻസ്പോർട്ടേഷൻ മീറ്റ് ചെയ്യാനായിട്ട് തയ്യാറായി. വേറെ ഓപ്ഷൻസ് അവർക്കില്ലായിരുന്നു. 2011 30 കോടി രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഇത് 2021 430 കോടിയിലേക്ക് ഷൂട്ടപ്പ് ചെയ്ത കമ്പനിയാണ്. വൺ ഓഫ് ദി മോസ്റ്റ് ഔട്ട് പെർഫോമിംഗ് കമ്പനിയായിരുന്നു ഇന്ത്യയിലെ. ശരിക്കും 5-6 കൊല്ലമായിട്ട് കണ്ടിന്യൂസ് ഔട്ട് പെർഫോമൻസിലുള്ള കമ്പനിയായിരുന്നു. ഈവൻ കൊറോണ വന്നിട്ട് പോലും ഈ കമ്പനിയെ ഈ കമ്പനിയുടെ സെയിൽസിനെ അല്ലെങ്കിൽ ഈ കമ്പനിയുടെ പെർഫോമൻസിനെ സീരിയസ് ആയിട്ട് ബാധിച്ചിട്ടുണ്ടെന്നുള്ളത് വലിയൊരു അതിശയമാണ്. ശരി, എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, വലിയ പ്ലേയേഴ്സ് സ്റ്റോക്ക് കണ്ടിന്യൂസ് പെർഫോമൻസ് പോകുന്നു, വാല്യുവേഷൻ റീസണബിൾ ആകുന്ന അവസ്ഥയിൽ അവർ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യും. നമ്മളത് കാണാറില്ല. നമ്മൾ കാണുന്നപ്പോഴാണ് വാല്യുവേഷൻ ഭയങ്കരമായിട്ട് ഷൂട്ടപ്പ് ചെയ്ത് ഈ സ്റ്റോക്ക് 10 times 15 times ഒക്കെ പ്രോഫിറ്റ് കൊടുത്ത് മേളിൽ കയറി കഴിയുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ സ്റ്റോക്കുകൾ ശ്രദ്ധിക്കുന്നത്. ആ സമയം വലിയ ആൾക്കാരുടെ എക്സിറ്റ് ടൈമാണ്. നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് സ്റ്റോക്ക് മേടിക്കുന്നു, നമ്മൾ അടുത്ത ലാഭം കിട്ടുന്ന വിശ്വാസത്തിലാകുമ്പോൾ മേടിക്കുന്നത്, അവർ എക്സിറ്റ് ആയി പോകും. നമ്മളെ സംബന്ധിച്ച് നെക്സ്റ്റ് ക്വാർട്ടർ റിസൾട്ട് നല്ലതാണെങ്കിൽ 5-10% കിട്ടിയെന്നായി, അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. ഇതാണ് നമ്മളെ കണക്കിൽ സാധാരണ റീറ്റെയിലേഴ്സ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ച്. ശരിക്കും ഒരു കമ്പനി ഇതിൻ്റെ അകത്തൊന്നും വ്യത്യസ്തമല്ല. ശരിക്കും പറഞ്ഞാൽ കാര്യം കമ്പനിയുടെ വാല്യുവേഷൻ ലോ ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പെർഫോമൻസിൻ്റെ സപ്പോർട്ടോടുകൂടി വാല്യുവേഷൻ റീസണബിളിലേക്ക് എത്തുന്നു. അവിടുന്ന് വാല്യുവേഷൻ ഹീറ്റഡ് ആകുന്നു. അവിടുന്ന് വാല്യുവേഷൻ സ്ട്രെച്ചഡ് വാല്യുവേഷനിലേക്ക് പോകുന്നു. സ്ട്രെച്ചഡ് വാല്യുവേഷനിൽ അപ്പോഴും വാല്യുവേഷൻ കയറിക്കിട്ടിരിക്കും. കാര്യം അപ്പോഴും പെർഫോമൻസസ് ബെറ്റർ ആയിരിക്കും. എവിടെങ്കിലും പോയിന്റ് വെച്ച് പെർഫോമൻസ് ബ്ലോക്ക് ആയിപ്പോവും, വാല്യുവേഷൻ താഴെ പോവും. ആൽക്കൈൽ അമീനിൽ ഇതുപോലെ തന്നെയാണ് സംഭവിച്ചത്. സ്ട്രെച്ചഡ് വാല്യുവേഷൻ, ഈവൻ ഇപ്പോഴും വാല്യുവേഷൻ ശരിക്കും പറഞ്ഞാൽ ഓവർ വാല്യൂഡ് ആണ്. ആ സെക്ടർ വാല്യുവേഷൻ അറൗണ്ട് 30 ആണ്. സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ ഇപ്പോഴും 60 ആണ്. അത് കാണിക്കുന്നത് ഏണിങ്സ് പെർ ഷെയർ വീക്കാണെന്നുള്ളത് കാണിക്കുന്നത്. സെയിൽസ് വീക്കാണ്, എക്സ്പെൻസ് കൂടുതലാണ്, EPS വീക്കാണ്. കാര്യം വാല്യുവേഷൻ നോർമലൈസേഷനിലേക്ക് പറഞ്ഞെങ്കിൽ ഏണിങ്സ് പെർ ഷെയർ കൂടിയേ മതിയാകും. ഇനി അടുത്ത ക്വാർട്ടർ റിസൾട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ, അക്രോസ് വേൾഡ് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസസ് ഒക്കെ സെറ്റിലായി. കോവിഡിന് മുമ്പുള്ള കോസ്റ്റ് പാട് നോക്കുമ്പോൾ കോസ്റ്റ് ഇപ്പോഴും കൂടുതൽ തന്നെയാണ്, പക്ഷേ ഒരുമാതിരി സെറ്റിലായി തുടങ്ങി. എന്തായാലും ഞാൻ ആൽക്കൈൽ അമീൻ്റെ ക്വാർട്ടർലി റിസൾട്ട് അല്ല ഇവിടെ കാണിക്കാൻ പോകുന്നത്, പിയാനിലൊക്കെയാണ് കാണിക്കുന്നത്. 2011 മുതൽ 2021 വരെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 30 കോടിയിൽ നിന്ന് 432 കോടി കൊടുത്ത കമ്പനിയാണ്. കഴിഞ്ഞ 2 കൊല്ലത്തെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഭയങ്കരമായിട്ട് വീക്കായിപ്പോയി. കഴിഞ്ഞ കൊല്ലത്തെ ട്രെയിലിംഗ് 12 months ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വളരെ വീക്കായി പോയി. നമ്മൾ നിൽക്കുന്ന ആൽക്കൈൽ അമീൻ്റെ പിയാനിൽ അക്കൗണ്ടിലാണ് നിൽക്കുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, 2021 ജൂലൈയിലാണ് സ്റ്റോക്ക് ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തിട്ട് താഴെ പോയത്. സോ നമ്മൾ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ആദ്യം നോക്കാം. നമുക്ക് 2020 മാർച്ചിലെ പിയാനിൽ അക്കൗണ്ടും 2021 മാർച്ചിലെ പിയാനിൽ അക്കൗണ്ടും തമ്മിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. 993 കോടിയിൽ നിന്നും സെയിൽസ് 1242 കോടിയായിട്ട് കൂടി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 257 കോടിയിൽ നിന്നും 430 കോടിയായി. സോ ഹ്യൂജ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് വന്നാൽ അല്ലേ, ശരിക്കും സംതിങ് അറൗണ്ട് 180 കോടിയോളം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വ്യത്യാസം വന്ന് കൂടി. OPM മാർജിൻ 26% നിന്ന് 35% കൂടിയത്.
സ്റ്റോക്കിൻ്റെ നെറ്റ് പ്രോഫിറ്റ് വന്നിട്ട് 215 കോടിയിൽ നിന്നും 295 കോടിയായിട്ട് കൂടി. അവിടെയും സംതിങ് അറൗണ്ട് 40% ഇൻക്രീസ് വന്നത്. സ്റ്റോക്കിൻ്റെ ഏർണിങ്സ് പെർ ഷെയർ 42 രൂപ 21 പൈസയിൽ നിന്നും 57 രൂപയായിട്ട് കൂടി. 57 രൂപ 91 പൈസ 58 രൂപയായിട്ട് കൂടി. എഗെയിൻ അറൗണ്ട് 40% ആണ് കൂടിയത്. സ്റ്റോക്ക് ഓൾ ടൈം ഹിറ്റ് പോകുന്ന ഒരു പാത്തിലായിരുന്നു ശരിക്കും മാർച്ച് 2020 പെർഫോമൻസിലും മാർച്ച് 2020 പെർഫോമൻസും കൂടെ നോക്കാൻ നേരത്ത്. അതിനുശേഷം മാർച്ച് 2021 വേഴ്സസ് മാർച്ച് 2022 നമുക്കറിയാം ജൂലൈയിലാണ് സ്റ്റോക്ക് 2021 സ്റ്റോക്ക് ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തിട്ട് താഴെ പോയത്. കമ്പയർ ചെയ്ത് നോക്കിയേ, 1242 വേഴ്സസ് 1543, 430 കോടി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്നും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 327 കോടിയായിട്ട് താന്നു. എത്രയാ താന്നത്? ഹ്യൂജ് ആയിട്ട് താന്നു പോയി അല്ലേ? 25% താന്നു ശരിക്കും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എക്സ്പെൻസ് കണ്ടമാനം ഷൂട്ടപ്പ് ചെയ്തു. 812 കോടിയിൽ നിന്നും എക്സ്പെൻസ് 50% ഷൂട്ടപ്പ് ചെയ്ത് 1115 കോടിയായിട്ട് ഷൂട്ടപ്പ് ചെയ്തു. പക്ഷേ സെയിൽസിൽ ആ 50% ഗ്രോത്ത് വന്നില്ല. 1-42 നിന്നും 50% വരണമെങ്കിൽ 1800 കോടി 1900 കോടി വരണമായിരുന്നു. അതിന് പകരം 1543 കോടിയേ വന്നുള്ളൂ. മാർജിൻ പ്രഷർ 35% നിന്നും മാർജിൻ 21% ആയിട്ട് മാർജിൻ പ്രഷറിലേക്ക് കമ്പനി ഡൗൺ ആയിപ്പോയി. നെറ്റ് പ്രോഫിറ്റ് 295 കോടിയിൽ നിന്നും മാർച്ച് 2022 225 കോടിയായിട്ട് കുറഞ്ഞു. സംതിങ് അറൗണ്ട് എവിടെയും ഒരു 30% 35% താഴെ പോയി. ഏർണിങ്സ് പെർ ഷെയർ 57 രൂപ 91 പൈസയിൽ നിന്നും ഏർണിങ്സ് പെർ ഷെയർ 44 രൂപ 4 പൈസയിലേക്ക് താന്നു. സംതിങ് അറൗണ്ട് 30% ഏർണിങ്സ് പെർ ഷെയറും താന്നു അല്ലേ ശരിക്കും. അപ്പോൾ പെർഫോമൻസ് മാർച്ച് 2020 നിന്ന് മാർച്ച് 2021 കമ്പനി പോയപ്പോൾ കൊടുത്ത ഹ്യൂജ് എസ്കലേറ്റിംഗ് പെർഫോമൻസ് കമ്പനിക്ക് മാർച്ച് 2022 വന്നപ്പോഴത്തേക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ല. സ്റ്റോക്ക് നാച്ചുറലി താഴെ പോയി. കറന്റ് സ്റ്റാറ്റസ് എടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ട്രെയിലിംഗ് 12 months എന്ന് വെച്ചാൽ ലാസ്റ്റ് 4 ക്വാർട്ടറിലെ Q2 പ്ലസ് Q1 പ്ലസ് കഴിഞ്ഞ കൊല്ലത്തെ Q4 പ്ലസ് Q3 എടുത്താൽ 1943 നിന്നും TTM ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ് ശരിക്കും. സംതിങ് അറൗണ്ട് എന്താ പറയേണ്ടത്, ഒരു 6% ട്രെയിലിംഗ് 12 months സെയിൽസിൽ കൂടിയിരിക്കുന്നത്. എക്സ്പെൻസ് എന്താ സംഭവിച്ചേ? വീണ്ടും കൂടി 1215 നിന്നും 1347 ആയി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഫ്ലാറ്റ് ആണ്. 377 കോടിയിൽ നിന്ന് 337 കോടി. ഇറ്റ്സ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ്. OPM മാർജിൻ 21% 20% താന്നു ശരിക്കും. ടാക്സ് വന്നിട്ടില്ല. ടാക്സ് പറഞ്ഞെങ്കിൽ 2 ക്വാർട്ടർ കൊണ്ട് വന്നാലേ കൃത്യമായിട്ടുള്ള ടാക്സിന്റെ അസസ്മെന്റ് വരത്തുള്ളൂ. നമുക്ക് അവൈലബിൾ ഡേറ്റ് വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 302 CR ആയിരുന്നു. 306 കോടി. ഓൾമോസ്റ്റ് സെയിം ഫ്ലാറ്റ് പെർഫോമൻസ് ആണ്. പെർഫോമൻസ് പ്രത്യേകിച്ച് ഒരു മെച്ചമായിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. നെറ്റ് പ്രോഫിറ്റ് 225 കോടി 227 കോടി. ഏർണിങ്സ് പെർ ഷെയർ 44 രൂപ 4 പൈസ 44 രൂപ 36 പൈസ. ഫ്ലാറ്റ് ആണ് പെർഫോമൻസ്. ഈ ഫ്ലാറ്റ് പെർഫോമൻസ് എങ്ങനെയാണ് കമ്പനിക്ക് ഹ്യൂജ് ആയിട്ടുള്ളൊരു വാല്യൂ എസ്കലേഷൻ കൊടുക്കാൻ സാധിക്കുന്നത്? Q3 റിസൾട്ട് അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഡിക്ലെയർ. അപ്പോൾ നമുക്ക് എന്താ പറയണ്ടേ, കമ്പനിയുടെ തിരിച്ചുള്ളൊരു കേട്ടത്തിനുള്ള ഒരു പെർഫോമൻസ് ആയോ ഇല്ലയോ എന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടുപോകണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം.